അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ അടിപൊളി സോങ്ങുകളായിട്ടാണ് എല്ലാവരും വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു റൗണ്ടാണ് അല്ലേ? അപ്പോൾ ഏത് പാട്ടുമായിട്ടാണ് ഇപ്പോൾ വന്നേ? ഓക്കെ, അപ്പോൾ എന്തായാലും മേഘ രവിയുടെ ഒരു അടിപൊളി സോങ്ങിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്.
മേഘ ഒന്ന് ചിരിച്ചൂടെ? ഇത് ക്ലിപ്പ് എടുക്കാനായിട്ടില്ല അല്ലേ? 6 മാസമായിട്ട്. 6 മാസം. ഓക്കെ. ഇപ്പം എത്ര മാസമായിട്ടുണ്ട്? 6 മാസമായിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞോ? 2 വർഷം. ആ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് മേഘ രവി നമ്മൾക്ക് സമ്മാനിച്ചത്. എന്തായാലും സന്തോഷമായില്ലേ? അപ്പോൾ പോലെ മാർക്സ് എന്തായാലും നമുക്ക് ഇതിൻ്റെ അവസാനത്തിൽ അറിയാം. ജഡ്ജസിൻ്റെ ഒരു കമൻസ്. അഷ്റഫ് ഖാൻ. മേഘ സർ. ഉഷാറായിട്ട്. താങ്ക് യു സർ. എനിക്കൊരു ചെറിയൊരു സംശയമാണ്. സംശയം മാത്രമാണ്. അനീസ് മാഷ് ചെയ്ത പാട്ടാണല്ലേ? തടിമഞ്ചും വസുപത്ത് തിരുനബി യൂസുപത്ത് തടകയും മണ്ണത്തുള്ള കൊതിത്തിട കൊതിപത്ത്, അങ്ങനെയാണോ അതോ മോള് പാടിയ റോക്കിൽ യഥാർത്ഥ കമ്പോസ് എങ്ങനെയാണ്? സർ ഒന്ന് പാടും മോള്. ജസ്റ്റ് ഒന്ന് പാടും. ആ ഭാഗം മാത്രം, ആ മുറുക്കം വരുന്ന ഭാഗം മാത്രം. പാടാം. ആ മോള് പാടിയ രീതിയിലൊന്ന് പാടാം, എനിക്ക് കേൾക്കാനാണ്. തടിമുഞ്ചും വസുപത്ത് തിരുനബി യൂസുപത്ത് തടകയും മണ്ണത്തുള്ള കൊതിത്തിട കൊതി. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കമ്പോസിംഗ് ആണ്. ട്രഡീഷണൽ സോങ് കാലഘട്ടത്തിലെ സംഗീതത്തിലേക്ക് വരുമ്പോൾ ഇത് കേട്ടിരിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. ഈ പാട്ട് മോൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയോ? പാട്ടിൻ്റെ ഇതെന്താ സംഭവം എന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രമാണെന്ന് കലോത്സവങ്ങളിലൊക്കെ പാടുമ്പോൾ പറയാറുണ്ട് അല്ലേ? അഹ്സനുൽ ഖസസ് എന്ന അറബി പദം, അതായത് നല്ല കഥ എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച യൂസുഫ് നബിയുടെ ജീവിത ചരിത്രമാണ്. അത് മലയാള സാഹിത്യത്തിൽ ഒട്ടനവധി പാട്ടുകളുണ്ട്. അറബി മലയാള സാഹിത്യത്തിൽ വളരെ അപൂർവം മാത്രമാണ്. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായ യൂസുഫ് വരവായി, അതുപോലെ തന്നെ അഴകിൽ മികച്ചു നിൽക്കും യൂസുഫ് നബി, അസർമുല്ല മണം വീശും കാറ്റ്, ഇതൊക്കെ യൂസുഫ് നബിയുടെ ചരിത്രമാണ്. ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാട്ടിലും പറയുന്നത്. വളരെ നല്ല ഒരു രചനയാണ് വൈ എം കരുവാരക്കുണ്ടിൻ്റെ. വളരെ സെലക്ഷൻ, ഒരു സ്പെഷ്യൽ കൺഗ്രാജ്, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും മ്യൂസിക്കലി ഉണ്ടാകുമ്പോൾ വരും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മോസിൻ ക. മേഘ ചേച്ചി നന്നായിട്ട് പാടി. താങ്ക് യു. ആദ്യത്തെ പാട്ട് പോലെ തന്നെ ഈ പാട്ടും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ലാസ്റ്റ് ചരണത്തിൽ ഒരു മുറുക്കം വരുന്നുണ്ട്. അവിടെ മാത്രം ഒന്ന് ഡൗട്ട് അടിച്ച് ഒരു താളം ഇങ്ങനെ വലിഞ്ഞു നിന്ന പോലെ തോന്നി. അല്ലാത്തതൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഹൈ നോട്ട്സൊക്കെ നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മേഘ, ഇപ്പം നല്ല കമൻസാണ് നമ്മുടെ ജഡ്ജസ് നൽകി കഴിഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് മാർക്സ് അറിയുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയാം. തീർച്ചയായിട്ടും കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.